മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് എസ്. സുരേഷ് മലമ്പുഴയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ മലമ്പുഴയിലെ സ്വീകരണ യോഗത്തിൽ സുരേഷ് പങ്കെടുക്കും. മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കെ.പി.സി.സി നേതൃത്വം എ. സുരേഷുമായി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. സന്ദീപ് വാര്യരുടെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. മലമ്പുഴയിലെത്തുന്ന പുതുയുഗയാത്രയിൽ പങ്കെടുക്കാൻ മുതിർന്ന നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടതായി എ. സുരേഷ് പറഞ്ഞു. മലമ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതിന് പകരം യു.ഡി.എഫ് സ്വതന്ത്രനായി മത്സരിക്കാനാണ് എ. സുരേഷ് സന്നദ്ധത അറിയിച്ചത്. 15 വർഷം വി.എസിന്റെ സന്തത സഹചാരിയായ എ. സുരേഷ് സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ യു.ഡി.എഫിന് കിട്ടാക്കനിയായ മലമ്പുഴ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ലല്ലോ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ള വാസ്തവമാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉന്നത നേതാക്കൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള പുതിയ യാത്രയുടെ ക്യാപ്റ്റനായിട്ടുള്ള വി.ഡി. സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ വിളിച്ചിട്ട് ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചിട്ട് ഇന്നും നാളെയും ജാഥയുണ്ടെന്ന് ഇന്നലെ വിളിച്ചാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. അല്ല, അത് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നാളെ ജാഥ ഇവിടെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു, എന്നോട് സംസാരിച്ചിരുന്നു. അത് നോക്കാമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ ജാഥയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പത്ര ചാനലുകളിൽ രാവിലെ സംസാരിച്ചപ്പോൾ അവരോട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. അല്ല, സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ കഴിഞ്ഞ ആഴ്ച വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനതിലൊരു കൺഫർമേഷൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്, എന്നോട് അവർ സംസാരിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് സംസാരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയേണ്ടത് ഞാനല്ല, അത് യു.ഡി.എഫിൻ്റെ ഉന്നത നേതൃത്വമാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും സംസാരിച്ചു. ജാഥയിൽ ഞങ്ങൾ ഇവിടെ പാലക്കാടുണ്ട് ഇന്നും നാളെയായിട്ട്. അപ്പോൾ സൗകര്യമുള്ള സ്ഥലത്ത് സൗകര്യമുള്ള സമയത്ത് സുരേഷ് സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്.